हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്കിപ്പോ വൈശാഖ മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ഫെസ്റ്റിവലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡിവോട്ടീസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈയിടെ ചന്ദൻ യാത്ര ഉണ്ടായിരുന്നു, അക്ഷയ തൃതീയ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വളരെ നന്നായിട്ട് ആഘോഷിച്ചു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നരസിംഹ ചതുർത്ഥി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് നമുക്ക് ഈ വരുന്ന 6-ാം തീയതി, അതായത് ചൊവ്വാഴ്ച, നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അത് നമ്മൾ അധികം ആൾക്കാർ ആരും ശ്രദ്ധിക്കുന്നില്ല, കാരണം നമ്മൾ അത് അങ്ങനെ അധികം ആഘോഷിക്കാറില്ല. പക്ഷെ എന്നാലും അത് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ് സീതാനവമി എന്ന് നമ്മൾ പറയും. അതായത് രാമനവമി പോലെ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഈ സീതാനവമി. സീതാദേവി ജനിച്ച ദിവസമാണ് ഈ വരുന്ന 6-ാം തീയതി. നമ്മള് സീതാ ദേവിയുടെ അപ്പയറൻസ് ഡേ ആണ്. അപ്പൊ അതും നമ്മൾ രാമനവമി കഴിഞ്ഞ മാസം 6-ാം തീയതി ആയിരുന്നു രാമനവമി. അപ്പൊ ശ്രീരാമസ്വാമി ജനിച്ച് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? സീതാദേവി ജനിക്കുന്നത്. സീതാദേവി ജനിക്കുന്നതല്ല, സീതാദേവി കിട്ടുന്നതാണ്. അപ്പൊ സീതാദേവിയെ പറ്റി പറയുമ്പോൾ, നമ്മൾ രാമായണത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിലെ ഒരു മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സീതാദേവി. അപ്പൊ ആ സീതാദേവി വന്നിട്ട് ആ സീതാദേവി ഇല്ലാതെ ശ്രീരാമ ഭഗവാനും അപൂർണനാണ്, അതേപോലെ രാമായണവും അപൂർണമാണ്. പക്ഷെ നമ്മള് സീതാദേവിയുടെ മഹാത്മ്യം, സീതാദേവിനെ കുറിച്ച് നമ്മൾ അധികം ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. അധികം നമ്മൾ സംസാരിക്കാത്ത, അല്ലെങ്കിൽ അധികം നമ്മൾ സീതാദേവിനെ കുറിച്ച്, സീതാദേവിയുടെ ഈ നവമി പോലും നമ്മൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. പക്ഷെ സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെയും കിട്ടത്തുള്ളൂ? ശ്രീരാമസ്വാമി കിട്ടത്തുള്ളൂ. നമുക്കറിയില്ലേ, രാജറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടും. അതുകൊണ്ട് സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയില്, ശ്രീരാമസ്വാമിയോട് കൂടിയുള്ള ഭക്തിയിൽ നമുക്ക് എന്താ പറയാ, മുന്നിട്ട് നിൽക്കാൻ പറ്റും. കാരണം ശ്രീരാമസ്വാമിയുടെ ഒരു ഉത്തമ ഭക്തയും കൂടെയാണ് സീതാദേവി. അപ്പൊ സീതാദേവിയെ പറ്റി പറയുമ്പോ ഏറ്റവും കൂടുതൽ എന്താണ് വേദനയും, അതുമാത്രമല്ല വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചത് സീതാദേവി തന്നെയാണ്. മാത്രമല്ല ഒരു എന്താ പറയാ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി നിന്നിട്ടുള്ളതും സീതാദേവിയാണ്. കാരണം ത്രേതായുഗ ആ സമയത്ത് എത്രത്തോളം ഇതുണ്ടെങ്കിലും കിംവദന്തീസ്, അതായത് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ഒരുപാട് കൂടുതലായിരുന്നു ത്രേതായുഗ സമയത്ത്. പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക. ആ സമയത്ത് ത്രേതായുഗത്തിൽ അത് ആ സമയത്ത് സീതാദേവിയുടെ ആ ഒരു ടൈമില് രാവണന്റെ ഇത് കഴിഞ്ഞിട്ട് അത് കൂടുതലായിരുന്നു. പക്ഷെ പിന്നീട് ദ്വാപരയുഗം, അത് ആ സീതാദേവി തന്നെ അവിടെ നിന്ന് ആ സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് അകറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ദ്വാപരയുഗം വരുമ്പോ അത് പിന്നെയും കുറവായിരുന്നു. പക്ഷെ കലിയുഗത്തിലോട്ട് കയറിയ സമയത്ത് ആ സംഭവം, ഈ ത്രേതായുഗത്തിലെ സീതാദേവി അകറ്റിയ സംഭവം വളരെ വലിയ ഇതായിട്ട്. കാരണം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും എവിടെ പോയാലും നമുക്ക് ഈ കിംവദന്തീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കേൾക്കാൻ പറ്റും. കാരണം ആൾക്കാര് പലതരത്തിലും പറഞ്ഞുണ്ടാക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ സീതാദേവി, ഇവിടെ രാമായണത്തില് ഈ ഇത് കാരണം ഒരുപാട് സഹിച്ച ഒരു വ്യക്തിയാണ് സീതാദേവി. മാത്രമല്ല സ്ത്രീകളുടെ അഭിമാനത്തിന്, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര തുല്യമായിട്ടുള്ള അവകാശം എല്ലാ രീതിയിലും, അല്ലെങ്കിൽ എല്ലാ ജോലിയിലും എല്ലാ രീതിയിലും പുരുഷന്മാരുടെ തുല്യമായിട്ടുള്ള അവകാശം കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ത്രേതായുഗ സമയത്ത് അത് കുറവായിരുന്നു. അതായത് സ്ത്രീകളെ ചില സമയത്ത് അവരെ അങ്ങനെ അവഗണിച്ച് നിർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സീതാദേവിയുടെ ഈ ഒരു ത്യാഗം കാരണം സ്ത്രീകൾക്ക് അവർക്കും തുല്യ അവകാശം പക്ഷെ ഈ കലിയുഗത്തിന്റെ അത്ര കിട്ടിയില്ലെങ്കിലും എന്നാലും ഇത്തിരി തുല്യ അവകാശം അവർക്കും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സീതാദേവിയെ പറ്റി പറയുമ്പോ, സീതാദേവി മിഥിലയിലാണ് ജനിക്കുന്നത്. നമുക്കറിയാം, ജനിക്കുന്നതല്ല, സീതാദേവി വന്നിട്ട് മിഥിലയില് ഒരു സമയത്ത് വളരെ വലിയ എന്താ പറയാ വളർച്ചയുള്ള സമയമായിരുന്നു. അതായത് മഴ കിട്ടാതെ അവിടെ അങ്ങനെ ഭക്ഷണത്തിന് കുറവ് സംഭവിക്കുകയും ഭയങ്കര മഴയൊന്നും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് അവിടുത്തെ രാജാവായ ജനക മഹാരാജാവ് തന്റെ ഭാര്യയോടൊപ്പം തന്നെ അവിടെ
കൊയ്യാം, അതായത് മറ്റേ നമ്മളിങ്ങനെ എന്താ പറയാ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പറയില്ലേ, അതേപോലെ ആ മണ്ണ് ഉഴുന്ന ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഒരു പെട്ടി കിട്ടുകയാണ്. ആ പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടീനെ അദ്ദേഹത്തിന് കിട്ടാണ്. അങ്ങനെയാണ് സീതാദേവി മിഥിലയിലേക്ക് വരുന്നത്. അപ്പൊ മിഥിലയിലെ ആ രാജാവിന് ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് സീതാദേവി കിട്ടുന്നത്. അപ്പൊ സീതാദേവിയെ സ്വന്തം മകളായിട്ട് തന്നെയാണ് അവർ വളർത്തുന്നത്. ഭൂമിജ എന്ന് നമുക്ക് സീതാദേവി വിളിക്കും. ഭൂമി ദേവിയുടെ പുത്രിയാണ് സീതാദേവി. അപ്പൊ സീതാദേവി സ്വന്തം മകളായിട്ട് അദ്ദേഹം വളർത്തുകയാണ്. അപ്പൊ വളരെ കൊച്ചിലെ തന്നെ എല്ലാ തരത്തിലുള്ള വേദങ്ങളും ശാസ്ത്രങ്ങളും സീതാദേവിക്ക് എന്താ പറയാ പഠിച്ച്, അതായത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും എല്ലാ തരത്തിലുള്ള വേദശാസ്ത്രങ്ങളും സീതാദേവിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല സീതാദേവി 8ാമത്തെ വയസ്സില് മഹാദേവന്റെ ഒരു അമ്പ് ഉണ്ട്, അതായത് ഒരു ബോയ് ഉണ്ട്, അതാണ് സ്വയംവരത്തിന് ഉപയോഗിക്കുന്നത്. അത് സീതാദേവി 8ാമത്തെ വയസ്സ്, അതങ്ങനെ ആർക്കും പൊക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ഭക്തിയുള്ളവർക്ക്, മനസ്സ് അത്രയും പരിശുദ്ധയും ഭക്തിയുള്ളവർക്ക് മാത്രമേ അത് പൊക്കാൻ പറ്റുള്ളൂ. എത്ര എത്ര രാജാക്കൾ വന്ന് അത് പൊക്കാൻ ശ്രമിച്ചിട്ട് അത് പറ്റിയില്ല. പക്ഷെ അത് 2 പേർക്കേ പൊക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് ശ്രീരാമസ്വാമിക്കും 2 സീതാദേവിക്കുമാണ്. സീതാദേവി 8ാമത്തെ വയസ്സിലാണ് എന്താ പറയാ അത് പൊക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് സീതാദേവി വളർന്നു വരുന്ന സമയത്ത് മഹാപണ്ഡിതയായ ഗന്ധർവി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗാന്ധർവിയെ പോലും സീതാദേവി തോപ്പിച്ച ആ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് അത്രയും അവർ ഗാന്ധർവിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വേദങ്ങളും ശാസ്ത്രവും എല്ലാം അവർക്ക് കാണാപ്പാടമാണ്. അപ്പൊ അവരുടെ ഇതിൽ വാഗ്വാദം അല്ലെങ്കിൽ നമ്മള് ഡിബേറ്റ് എന്ന് പറയില്ല, അതേപോലെ പറഞ്ഞ് സീതാദേവി അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ജ്ഞാനമുള്ള വ്യക്തിയാണ് സീതാദേവി. അത് മാത്രമല്ല പിന്നീട് സ്വയംവരം നടത്തുകയാണ് സീതാദേവിക്ക്. സ്വയംവരം നടത്തി പിന്നെ സീതാദേവി എന്ത് ചെയ്യാണ്, അയോധ്യയിലേക്ക് വരാണ്. അത് കഴിഞ്ഞിട്ട് വനവാസം. സീതാദേവിയെ പറ്റി പറയുമ്പോൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ സീതാദേവിക്ക് എപ്പോഴും സീതാദേവിയുടെ ഒരു ഇതാണ്. കാരണം ഇപ്പൊ അയോധ്യയിൽ വന്നിട്ട് വനവാസത്തിന് പോണെങ്കിലും സീതാദേവിയുടെ വനവാസത്തിന് പോകണം എന്ന് അവര് പറഞ്ഞിട്ടില്ല. എന്നാലും സീതാദേവി തന്റെ ഭർത്താവിന്റെ കൂടെ വനവാസത്തിന് പോവാണ്. പിന്നീട് രാവണൻ വന്ന് സീതാദേവി അപഹരിച്ചു പോകുമ്പോഴും പിന്നീട് അവിടെ സീതാദേവി തന്നെയാണ് ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ സഹിക്കുന്നത്. ആരാണ്? ശ്രീരാമസ്വാമിയെ പോലെ സീതാദേവിയും അതെല്ലാം സഹിക്കുന്നുണ്ട്. രാവണന്റെ അവിടെ വളരെ ശക്തിയായിട്ട് നിന്നിട്ടാണ് നമ്മൾ സീതാദേവി രാവണനോട്, അതായത് രാവണന് സീതാദേവി ഒന്ന് തൊടാൻ പോലും സാധിച്ചില്ല. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീതാദേവി മായാസീതയാണ് ആ സമയത്ത് രാവണന്റെ അവിടെ. അതായത് മായാദേവിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീരാമസ്വാമിയെ പതിയായിട്ട് ലഭിക്കണം. പക്ഷെ ശ്രീരാമസ്വാമി ഏകപത്നി വ്രതം എടുത്ത ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് ടൈം, അതായത് അഗ്നി പരീക്ഷണം വരെയുള്ള ആ ഒരു സമയം വരെ സീതാദേവി മായാസീതയായിരുന്നു ശ്രീരാമസ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നത്, അഗ്നി പരീക്ഷണം വരെ. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് സീതാദേവി വരുന്നത്. അപ്പൊ ഈ രാവണന്റെ അടുത്ത് ഭയങ്കര ധീരതയോടുകൂടിയാണ് സീതാദേവി നിന്നത്. പിന്നീട് ശ്രീരാമസ്വാമി രാവണനെ വധിച്ച് കൊണ്ടുവരുമ്പോ അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി സീതാദേവിയുടെ അഗ്നി പരീക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ വിചാരിക്കും സീതാദേവിയുടെ പരിശുദ്ധി തെളിയിക്കാനാണ് ശ്രീരാമസ്വാമി അഗ്നി പരീക്ഷ സീതാദേവിയോട് ആവശ്യപ്പെട്ടത്. ശരിക്കും അങ്ങനെയല്ല. സീതാദേവി, അതായത് മായാസീതയെ തിരിച്ചയച്ചിട്ട് യഥാർത്ഥ സീതാദേവി കൊണ്ടുവരാൻ കൂടിയാണ് ശ്രീരാമസ്വാമി അഗ്നി പരീക്ഷണയ്ക്ക് സീതാദേവിനെ വിടുന്നത്. അപ്പൊ അഗ്നി പരീക്ഷണ കഴിഞ്ഞ് ആ മായാസീതയിലെ യഥാർത്ഥ സീതാദേവിയാണ് അഗ്നി പരീക്ഷണ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. കാരണം യഥാർത്ഥ സീതാദേവി രാവണനല്ല ഒരു അസുരന്മാർക്കും തൊടാൻ പോലും, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയെ തൊടാൻ പോലും സാധിക്കില്ല. അപ്പൊ കൊണ്ടുവരാണ്, സീതാദേവിയെ കൊണ്ടുവരാണ്. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ ഞാൻ പറഞ്ഞില്ലേ ഇത്ര തിരിച്ചായി അവര് വളരെ സന്തോഷത്തിൽ അഗ്നി പരീക്ഷണം കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ 14 വർഷത്തിന് ശേഷം തിരിച്ച് അയോധ്യയിലേക്ക് പോവാണ്. അങ്ങനെ അയോധ്യയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് അവര് എന്ത് ചെയ്യണത്, ഈ കിംവദന്തീസ് അവിടെ പറഞ്ഞു പരുത്തേം, ശൂർപ്പണഖ അവിടെ ഇതെല്ലാം പറഞ്ഞു പരുത്തേം, പിന്നെ അതേപോലെ പിന്നീട് അവിടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് അഴിമതി അവഗണന സീതാദേവിക്ക്, അതായത് സീതാദേവിനെ കുറിച്ച് മോശമായിട്ട് അവരെല്ലാവരും സംസാരിക്കാൻ
തുടങ്ങി. പക്ഷെ എന്നിട്ടും ഇത്രയും റാണിയാണ്, മഹാരാജാവിന്റെ റാണിയാണ്, സീതാദേവിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്നിട്ടും ഒന്നും സീതാദേവി, അതായത് തന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പരത്തിയവരോട് ഒരു മറുവാക്ക് പറയുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണമെന്നൊന്നും സീതാദേവി ആഗ്രഹിച്ചിട്ടില്ല. സീതാദേവി എപ്പോഴും അയോധ്യ നന്നായിരിക്കണം, അതിനു വേണ്ടി തന്നെയാണ് സീതാദേവി ആ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലോട്ട് പോകുന്നത് തന്നെ. ശ്രീരാമസ്വാമി പരിത്യജിക്കുന്ന രീതിയിൽ കാട്ടിലോട്ട് പോകുന്നത് തന്നെ അതിന്. സീതാദേവിക്ക് വേണമെങ്കിൽ തന്റെ രാജ്യമായ മിഥിലയിൽ പോയി നിൽക്കാം. പക്ഷെ എന്നാലും സീതാദേവി അത് ചെയ്യുന്നില്ല. ആ വനവാസത്തിന്റെ രൂപത്തിൽ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോവാണ്. 14 വർഷത്തെ വനവാസം അനുഭവിച്ചിട്ട് വീണ്ടും ഒറ്റയ്ക്കാണ് ഇപ്രാവശ്യം പോകുന്നത്. കൂടെ ആരും തന്നെ ഇല്ല. ആ ഒറ്റയ്ക്ക് പോയി തന്റെ 2 പുത്രന്മാരെയും സീതാദേവി വളരെ നന്നായിട്ട്, അവർ ലവനും കുശനും വളരെ നന്നായിട്ട് തന്നെയാണ് സീതാദേവി ഒറ്റയ്ക്കാണ് 2 പുത്രന്മാരെയും അതിശ്രേഷ്ഠമായിട്ട്, അതായത് അവരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും വേദങ്ങളും ശാസ്ത്രങ്ങളിലും പിന്നെ അതേപോലെ ആയുധങ്ങളും എല്ലാം അവര് ഭയങ്കര മിടുക്കന്മാരാണ്. അപ്പൊ ആ രീതിയിൽ നല്ലപോലെ അവർ രണ്ടുപേരെയും സീതാദേവി വളർത്തിയെടുക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മള് സീതാദേവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീരാമസ്വാമി സീതാദേവി വിളിക്കുന്ന സമയത്തും ഈ സമയത്ത് പിന്നീട് സീതാദേവി ആണെങ്കിൽ ഞാൻ ഇനി വീണ്ടും തിരിച്ച് അയോധ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാല് പിന്നീട് ആ സീതാദേവി ഉള്ളിടത്തോളം കാലം ഇതേ കാര്യങ്ങൾ തന്നെ പരന്നുകൊണ്ടേയിരിക്കും. അതായത് അവരിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മളെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത്, ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. അത് ഒരാൾ നമ്മളോട് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കും, നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ അത് നമ്മുടെ ഏറ്റവും വലിയ എന്താണ്, തെറ്റായിട്ടുള്ള ഗുണമാണ്. കാരണം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എപ്പോഴും നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യമാണ്. അതല്ലാതെ മറ്റുള്ളവര് പറയുന്ന കാര്യം, അതായത് ഇപ്പൊ ഭഗവാനെ കുറിച്ചിട്ടല്ലാതെ ഒരാളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന കാര്യം, അത് എത്രത്തോളം നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത് അവരുടെ ഇതനുസരിച്ചിരിക്കും. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. പക്ഷെ അല്ലാത്ത രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം അത് പെട്ടെന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഇത്രയും മഹത്തായിട്ടുള്ള പരിശുദ്ധയായിട്ടുള്ള സീതാദേവിയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന കാര്യം അയോധ്യയിൽ മുഴുവൻ പരന്ന് എല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതേ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സ്വയം സീതാദേവി ത്യാഗം ചെയ്യാണ്. അതായത് സ്വയം സീതാദേവി ഭൂമിക്ക് അടിയിൽ പോയി ഭൂമി ദേവിനെ വിളിച്ച് ഭൂമിയുടെ അടിയിലോട്ട് പോവാണ്. അപ്പൊ സീതാദേവിയുടെ കഥ, അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് സീതാദേവി അത് പറഞ്ഞു തിരുത്താൻ നിൽക്കാത്തത്. പക്ഷെ സീതാദേവി ഭൂമിയുടെ അടിയിൽ പോയപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി സീതാദേവിയുടെ പരിശുദ്ധ. കാരണം പരിശുദ്ധയായിട്ടുള്ള സ്ത്രീക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ധീരയായിട്ടുള്ള സ്ത്രീക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഒരു എന്താ പറയാ, ആ ഒരു അസുര ഗുണങ്ങളെല്ലാം സീതാദേവിയും കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഭൂമിയുടെ അടിയിൽ അയോധ്യയിലെ എല്ലാ അസുര ഗുണങ്ങളും സീതാദേവി കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് അവിടുത്തെ മഹാറാണിയായിട്ട് സീതാദേവി എന്നും അയോധ്യയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രീരാമസ്വാമിയാണ് നമ്മൾ ആദ്യം ഓർക്കുന്നത്. ശ്രീരാമസ്വാമിയെ കുറിച്ച് പറയുമ്പോൾ സീതാദേവിയെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കും. കാരണം സീതാദേവിയിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സീതാദേവിയുടെ ത്യാഗമായാലും സഹനശേഷിയായാലും പ്രത്യേകിച്ച് പേഷ്യൻസ്, അതായത് ക്ഷമ. മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും തനിക്ക് വിശ്വാസം തന്നിൽ മാത്രമാണ്, തന്റെ ഭഗവാനിൽ മാത്രമാണ്. ആ ഒരു കാര്യം മാത്രമാണ് സീതാദേവി എന്നും നിലനിന്നിരുന്നത്. ഒരുപാട് പരീക്ഷണങ്ങളെ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സീതാദേവിയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയേണ്ട അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് സീതാദേവി. സീതാദേവിനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സീതാദേവിയിൽ നിന്ന് പഠിക്കണം. ബാക്കിയുള്ളവർക്ക് നമുക്ക് സീതാദേവിയുടെ മഹാത്മ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഹരേ കൃഷ്ണ.